ഹലോ, എല്ലാവർക്കും ആൻസ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഗുലാബ് ജാമുൻ്റെ ഷേപ്പ് മാറിയതെന്ന്. എന്നാൽ ഇത് ഗുലാബ് ജാമുൻ അല്ല, ചെന്നാർ പുലി എന്ന ബംഗാളി സ്വീറ്റ് ഡിഷാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെന്നാർപ്പുലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര അലിയിക്കാൻ ഒരു ചോട് കെട്ടിയുള്ള പാത്രം വയ്ക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളത്തിന് എടുക്കുന്നത് 1.5 കപ്പ് പഞ്ചസാരയാണ്. അതും ചേർത്ത് നമുക്കിത് അലിയിച്ചെടുക്കാം. അലിയിച്ചിട്ടൊരു നൂൽ പരുവത്തിലാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. പഞ്ചസാര അലിയുന്നത് വരെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് വെച്ചേക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 250 പനീറാണ്. ഇതിലേക്ക് നമുക്ക് 7 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാം. ഞാൻ എടുത്ത ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയാണ്. ഇതിൻ്റെ ഒരു 1/2 ടിന്നോളം നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞരണ്ടി പനീറൊക്കെ നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്താൽ മതി. ഞാനങ്ങനെ ഇവിടെ കുറച്ചും കൂടി മൈദ ചേർക്കുന്നുണ്ട്. ഞാൻ 7 ടേബിൾ സ്പൂണോളം പിന്നെയും മൈദ ചേർക്കുന്നുണ്ട്. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ മിൽക്ക് മെയ്ഡ് 1/2 ടീൻ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ തീരെ ആഡ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു പരുവാവുന്നത് വരെ, ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവാവുന്നത് വരെ കുഴയ്ക്കുക. ഇതാണ് നമ്മൾ ചെന്നാർ പുലിക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാവ്. ഇത് മാറ്റി വയ്ക്കുക. നമുക്ക് എന്നിട്ട് പഞ്ചസാരപ്പാവ് നമ്മുടേത് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, പഞ്ചസാരപ്പാവ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒരു ഇത്തിരി കൂടി കട്ടിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാരപ്പാവ് നൂൽപ്പരുവായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി വയ്ക്കാം. അത് വറുത്ത് പോരാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ ആണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എടുക്കുന്നത് ഡാൽഡയാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാൽഡ ഒഴിക്കാം. ഈ ഡാൽഡ ഇവിടുന്ന് ചൂടാവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ചെന്നാർ പുലി വറക്കാനുള്ള പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. നമുക്ക് പരത്തുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഇത്തിരി നെയ്യോ ഡാൽഡയോ ഉണ്ടെങ്കിൽ ഒന്ന് തടവി കൊടുക്കുക, പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ബോൾ രൂപത്തിലാണ് പരത്തിയെടുക്കുക. പക്ഷേ ഇത് ബോൾ രൂപത്തിലല്ല നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമാതിരി നമുക്കെല്ലാം പരത്തിയെടുത്തിട്ട് വരാം. 18 എണ്ണമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ പറഞ്ഞ അളവിലെടുത്തിട്ട് ഇനി നമുക്കിത് വറുത്ത് കോരാം. ഡാൽഡ നല്ലോണം ചൂടായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് ഇടാം. 2 എണ്ണം ഒരേ സമയത്ത് ഇടാം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്ലെയിം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. അത് മറന്നു പോകരുത്. ഈ ഒരു കളറാവുമ്പം വറുത്ത് കോരണം. വറുത്ത് കോരിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാവിൻ്റെ അകത്തേക്ക് ഇട്ടേക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്ത് കോരിയെടുക്കാം. എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഗുലാബ് ജാമുൻ്റെ പോലെ അത്ര സോഫ്റ്റ് അല്ല ഇത്. സെർവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം ഈ ഒരു പഞ്ചസാര സിറപ്പിൽ സോക്ക് ചെയ്ത് കിടക്കട്ടെ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.